എടത്തി എവിടെ പോയിരിക്കുവായിരുന്നു? ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കണ്ടില്ലല്ലോ. എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? പുറത്തെങ്ങാനും പോയിരിക്കുവായിരുന്നോ? വീണേ, എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നിരിക്കും. അതിനെന്തിനെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നേ? ശിവാനി, അവൾ അറിയാതെ ചോദിച്ചതാ, നീ ഒന്നും വിചാരിക്കണ്ട. ശിവാനി, നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളെന്ന് എനിക്കറിയാം മുത്തശ്ശി. നിങ്ങള് സ്വാമിജി പറഞ്ഞ കാര്യല്ലേ പറയാൻ വരുന്നത്? അതല്ല മോളെ, സ്വാമിജി പറഞ്ഞത് മുത്തശ്ശി, ഈ ചടങ്ങിന് എനിക്ക് സമ്മതമാണ്. ശിവാനി, എന്താ മോളെ ഈ പറയുന്നത്? നീ പറഞ്ഞത് സത്യമാണോ? എന്താ മുത്തശ്ശി, സംശയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല മോളെ. ഞാൻ ഈ കാര്യം തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ളിൽ തന്നെ നീ വന്ന് സമ്മതം പറഞ്ഞില്ലേ? ആ ദൈവം എത്രയും പെട്ടെന്ന് എന്റെ പ്രാർത്ഥന സാധിച്ചു തന്നല്ലോ എന്ന് ഓർത്തിട്ട് ആശ്ചര്യം തോന്നുക എനിക്ക്. അതെ മുത്തശ്ശി, ഇതും ദൈവഹിതമാണ്. ഇനി മുന്നോട്ട് എന്ത് നടക്കണമെന്നുള്ളതും ദൈവഹിതമാണ്. ഞാനും അതേ ചെയ്തുള്ളൂ. ശിവാനി, ആദ്യം മധുരം കഴിക്കുമോളെ. ശിവാനി, നീ എന്താ ആലോചിക്കുന്നത്? ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം മധുരം കഴിച്ചു തന്നെ ആഘോഷിക്കും. കഴിക്കുമോളെ. ശിവാനി, നീ ഇതിന് സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ എന്ന് വല്ലാത്തൊരു പേടിയിലായിരുന്നു. ശിവാനി, നീ സമ്മതിച്ചുകൊണ്ട് എല്ലാവർക്കും എന്തുമാത്രം സന്തോഷാന്നറിയോ? അല്ലേ ചേട്ടാ? അതെ അതെ, ശരിക്കും അതെ. ഗോവിന്ദ, നീ അവിടെ വെറുതെ അതും ഇതും പറഞ്ഞ് നിൽക്കാതെ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. തനിഷ, എല്ലാം നിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ശരി, ആയിക്കോട്ടെ. അങ്കിൾ എന്തിനാണോ വിളിക്കുന്നത്? എന്തുപറ്റി അങ്കിളെ? ഇത് ഞാനാടാ, നിന്റെ ആന്റിയാ, അങ്കിളല്ല. ഞാനിപ്പോ നിന്നെ ഫോൺ വിളിച്ചതേ നീ ഇപ്പൊ എവിടെയാ ഉള്ളതെന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയാ. ആന്റി, ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ. അല്ല, നിനക്കിത് എന്താ പറ്റിയ? വീട്ടിലൊരു ശുഭകാര്യം നടക്കുമ്പോ നീ ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതല്ലേ? എന്ത് ശുഭകാര്യോ? ഇതെന്താ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? സ്വാമിജി പറഞ്ഞ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ? ഇന്ന് ശിവാനിയുടെയും തൃശ്ശൂലിന്റെ ആദ്യരാത്രി ചടങ്ങാ. നീ വന്നിട്ട് വേണം എല്ലാവർക്കും ഫംഗ്ഷന് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് നീ ഇവിടെ ഇല്ലാതിരുന്ന എങ്ങനെയാ ശരിയാവുന്നേ? ആന്റി എന്തായി പറഞ്ഞോണ്ടിരിക്കുന്നേ? ശിവാനി ഇതിന് സമ്മതിച്ചോ? അതെന്താ നീ ഇങ്ങനെ ചോദിക്കുന്നേ? അവള് തൃശ്ശൂലിനെ ആക്സെപ്റ്റ് ചെയ്യാതെ ഈ ചടങ്ങിനൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. നീ വേഗം വരാൻ നോക്ക്. ഇനി അധികം സമയമില്ല. എത്രയും പെട്ടെന്ന് എത്തണം. റെഡി ആവാനുള്ളതാ. വെറുതെ ലേറ്റ് ആക്കരുത്. ബൈ. തൃശൂൽ, എവിടെയാടാ നീ? വേഗം വീട്ടിലേക്ക് വാ. എന്ത് പറ്റിയമ്മേ? കാര്യം എന്താ പറ. ഒരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ട്, നീ വേഗം വാ. എന്താ സന്തോഷം? ഇനി ഞാൻ ഇഷ്ടപ്പെട്ട ശിവാനിയുടെ മനസ്സ് തന്നെ എനിക്ക് കിട്ടിയില്ലല്ലോ. പിന്നെ മറ്റൊരു സന്തോഷം എനിക്ക് കിട്ടാനില്ല. വീട്ടിലെല്ലാവരും ചടങ്ങിന് തയ്യാറെടുക്കുകയാണ്. നീ വരാതെ ചടങ്ങ് എങ്ങനെയാ നടത്തുക? ചടങ്ങോ? അമ്മ, ശിവാനി സമ്മതിക്കാതെ ഈ ചടങ്ങൊക്കെ എങ്ങനെ നടത്താ? ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ചെയ്യണ്ട അമ്മേ. ആരുടെ മനസ്സിന് ഒരു വേദനയും ഉണ്ടാവില്ല. ശിവാനി സമ്മതിച്ചു മോനെ.
ശിവാനി സമ്മതിച്ചോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മ വെറുതെ തമാശ പറയല്ലേ? സത്യം മോനെ, ശിവാനി ഇപ്പൊ സമ്മതിച്ചതേ ഉള്ളൂ. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓ, ശിവാനി ഇത് സമ്മതിക്കുന്ന ഞാൻ കരുതിയതേ ഇല്ല. ശരി ശരി, നീ വേഗം വീട്ടിലേക്ക് വാ. ചടങ്ങിനെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ശരി അമ്മ, ഞാൻ പെട്ടെന്ന് വരാം. ശിവാനി എന്നെ സ്വീകരിച്ചോ? ദൈവമേ, എന്തൊക്കെ കേൾക്കുന്നേ? സഡനായിട്ട് ലൈഫിൽ ഇങ്ങനെ ഒരു മാറ്റോ? എന്നെ കണ്ട പെട്ടെന്ന് ദേഷ്യം വരുന്ന ശിവാനി എന്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ എന്റെ അമ്മോ, ആദ്യം ശിവാനി ഒന്ന് കാണണം. അവൾക്ക് എന്നോട് എന്തായാലും പ്രണയം തോന്നിയല്ലോ, എനിക്കത് മതി. ഓഹോ ബ്രോ, വേണ്ട വേണ്ടെന്ന് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് കാണുക. വെറുതെ വേദനിപ്പിക്കണ്ട. അവനോട് കാര്യം പറഞ്ഞേക്കാം. ബ്രോ ബ്രോ ഞാനാണ്. എന്തു പറ്റി ബ്രോ? എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഫ്രണ്ടും കൂടി ഉണ്ടല്ലോ. ഹായ്. ഹായ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആഹാ, ചോദിക്കേണ്ട ചോദ്യം തന്നെയാ. ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു, ഓൺ ദ വേ നിന്നെ കണ്ടു. അതുകൊണ്ട് പിന്നെ വെറുതെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകാന്ന് കരുതി. എന്താണ് ബ്രോ, എന്തെങ്കിലും വിശേഷം? തൃശൂൽ, വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. ഓ കൂൾ കൂൾ കൂൾ. ഞാൻ നിന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഒന്നും വന്നതല്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. പോകുന്നതിന് മുൻപ് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാലോ എന്ന് വിചാരിച്ചു. കാര്യം എന്താണെന്നറിയോ? ശിവാനി എന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചെന്നേ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അമ്മ തന്നെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞതാ ശിവാനി സമ്മതിച്ചെന്നുള്ള കാര്യം. ബ്രോ, ഈ സന്തോഷ വാർത്ത ആരോട് ഷെയർ ചെയ്യുന്ന വിചാരിച്ച് ഞാൻ നടക്കുമായിരുന്നു. ആലോചിച്ചപ്പോ നീ തന്നെയാണ് അതിന് ശരിയെന്ന് തോന്നി അല്ലേ ബ്രോ? ബ്രോ, എനിക്ക് വളരെ ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? എന്റെ ഫസ്റ്റ് നൈറ്റ് റൂം നീ തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് തരണം. എന്താ ചെയ്തു തരുമോ? തൃശൂൽ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് ദേഷ്യം വന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എന്നാലും നിന്റെ ദേഷ്യം എന്നെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നീ ഓരോ തവണയും എനിക്ക് ശിവാനിയെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ലെന്ന് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നീ അങ്ങനെ ചലഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ശിവാനിയെ വിളിച്ചുകൊണ്ടുവരാനേ പറ്റില്ലായിരുന്നു. നീ അങ്ങനെ ചലഞ്ച് ചെയ്ത് എന്നിൽ വാശി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ? താങ്ക്സ്. ബ്രോ, എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. ഒന്ന് വന്നേ. വാ ബ്രോ. അയ്യോ ദൈവമേ, നിന്നെ നോക്കുമ്പോ എന്റെ കഴുത്ത് വേദന എടുക്കുന്നു. ശരി, സാരമില്ല, കേൾക്ക്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ, അതിനെന്തെങ്കിലും ടിപ്സ് പറഞ്ഞുതരോ ബ്രോ? ഞാൻ ആരോടും പറയില്ല. ബ്രോ കൂൾ, ബ്രോ കൂൾ. ഓക്കെ, ഇങ്ങനെ കൂടുതൽ ദേഷ്യപ്പെടല്ലേ. നിന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. വീട്ടിൽ എന്റെ ഭാര്യ കാത്തിരിക്കുകയാണെന്നേ. മാഡം ബൈ. ബൈ 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 ബ്രോ. അമ്മേ, എന്തിനാടാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? എന്തു പറ്റി നിനക്ക്? അത് എനിക്ക് എന്താന്ന് പറയടാ. അച്ഛനവിടെ ദാ വരുന്നുണ്ട്. എന്താടി? എന്താന്ന് അവനോട് തന്നെ ചോദിക്ക്. ഓ, എന്താ മോനെ, എന്തൊക്കെയാണ് വിശേഷം? എന്താടാ? അച്ഛൻ ഇപ്പുറത്ത് വന്നു വന്ന് നിൽക്ക്. കാര്യം പറ. എന്താ കാര്യം പറയടാ? എന്താ നിനക്ക് പറ്റിയേ? എന്താ നിനക്ക് പറ്റിയത്? പെരുവരിലോട് തറയിൽ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? അച്ഛാ, അത് ശിവാനി സമ്മതിച്ചതേ. ആ,
സമ്മതിച്ചോണ്ടല്ലേ വീട്ടിലേക്ക് വന്നത്. അതിനിപ്പോ എന്താ? അച്ഛാ ഞാൻ പറഞ്ഞു വന്നത് അതൊന്നല്ല. സ്വാമിജി പറഞ്ഞില്ലേ ആ ചടങ്ങിന് ശിവാനി സമ്മതിച്ചു എന്ന്. ഓ, അതിനാണല്ലേ ഇത്രയും നാണമൊക്കെ കാണിച്ചത്. അതെ, എന്താ അവിടെ? അമ്മ അത് അച്ഛ അമ്മയോട് പറയാൻ എനിക്ക് നാണം തോന്നുന്നു. അച്ഛൻ തന്നെ പറ. ബൈ. ഞാൻ പറയാം. ത്രിശൂൽ, ത്രിശൂൽ. അതെ, എന്താ പറ്റി അവന്? അവനെന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? ഒന്നുമില്ലടി, അത് ശിവാനി അവനുമായിട്ട് ദാമ്പത്യം ആരംഭിക്കാൻ സമ്മതിച്ചു എന്നാണ്. നിന്നോട് അത് പറയാൻ അവനൊരു നാണം, അതാ ഓടിയത്. ദൈവമേ, സത്യാണോ അത്? അവസാനം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. എന്ത് ഗതികേടാണോ അത്? അല്ല, മരുമകൻ ശിവാനിയെ കല്യാണം കഴിക്കും. എങ്ങനെയായാലും ഹണിമൂണിന് പോവും. ഞാനും അവന്റെ കയ്യും കാലം പിടിച്ച് ഒരു 2 ടിക്കറ്റും വാങ്ങി അവന്റെ കൂടെ പോകാമെന്ന് കരുതിയതാ. അതിന്റെ ഇടയിൽ ആ വൃത്തിയായിട്ട തൃശ്ശൂല് വന്ന് ശിവാനിയുടെ കഴുത്തിൽ താലിയും കെട്ടി എന്നെയാണെങ്കിൽ ഈ ഫ്ലവർ ഡെക്കറേറ്റർ ആക്കി കളഞ്ഞില്ലേ. ശേ, എന്നാലും എവിടെയോ ഇവന് നല്ല ഭാഗ്യമുണ്ട്. ശിവാനിയെ കിട്ടില്ല കിട്ടില്ല എന്ന് പറഞ്ഞവന് ശിവാനിയെ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞല്ലോ. കല്യാണവും കഴിഞ്ഞു. അല്ല, ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതാ. അവൻ ഭാഗ്യവാനാ. കല്യാണവും കഴിഞ്ഞതേ ഫസ്റ്റ് നൈറ്റ് നടക്കാൻ പോവാ. അവന്റെ ഫസ്റ്റ് നൈറ്റ് നശിച്ചു പോട്ടെ. 23 സംവത്സരങ്ങൾ കൊണ്ട് ഞാൻ എന്ത് നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിച്ചോ, ആ കാര്യം തന്നെ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ദ്വീപിൽ ഇത്രയും നാൾ ഒറ്റയ്ക്ക് ഞാൻ എന്റെ ആദിശേഷന് വേണ്ടി നടത്തിയ ഘോര തപസ് ഇപ്പോൾ അവ്യർത്ഥമാവുകയാണല്ലോ. ഇല്ല ഇല്ല, അങ്ങനെ സംഭവിച്ചുകൂടാ. ആദിശേഷൻ ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടാകുമെന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഒരു കാരണവശാലും അവർ തമ്മിൽ ഒന്നാവാൻ പാടുള്ളതല്ല. അവരുടെ ദേഹങ്ങൾ ഒന്നാകുന്നതിന്റെ അടുത്ത നിമിഷം തന്നെ എന്റെ പ്രണയം സമ്പൂർണമായും നാശമാകുന്നതാണ്. ഇനി ശിവാനിയും തൃശൂലും ഒന്നാവുകയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അവരെ അകറ്റുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ആ ശക്തിക്ക് മുമ്പിൽ എല്ലാം നിഷ്പ്രഭമായി തീരുന്നതാണ്. ശിവാനിക്ക് തൃശൂലാണ് ആദിശേഷൻ എന്ന കാര്യം ഇതുവരേക്കും അറിയില്ല. എന്നിട്ടും അവൾ അവനെ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോ അവളുടെ മനസ്സിൽ അവനോട് പ്രണയമുണ്ടോ? അതാണോ അതിനർത്ഥം? അതോ മറ്റേതെങ്കിലും കാരണത്താൽ അവൾ അവനെ സ്വീകരിച്ചതായിരിക്കുമോ? ഇവര് രണ്ടുപേരും ഒന്നായി കഴിഞ്ഞാൽ നാഗമാണിക്യം, നാഗലോകം, ഇതൊന്നും അവർക്കൊരു പ്രശ്നമേ ആവില്ല. പ്രപഞ്ചത്തിലെ ഒരു ദുഷ്ടശക്തിക്കും അവരെ ഇരുവരെയും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവരൊന്നായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് കാര്യവും സാധിക്കുന്നതാണ്. അവരുടെ മുന്നിൽ പിന്നെ ഞാനൊരു പുഴ മാത്രം. എന്താണ് ഞാൻ ചെയ്യുക? എന്തു തന്നെ ചെയ്തിട്ടായാലും അവരെ ഇതിൽ നിന്നും തടഞ്ഞേ മതിയാകൂ. ഞാൻ അവരെ ഒന്നാവാൻ സമ്മതിക്കില്ല. ഇതിനു വേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി, എനിക്കവരെ തടഞ്ഞേ മതിയാകൂ. ഓ, എന്തുപറ്റി? പാർട്ടിയാണല്ലോ, എന്താണ് വിശേഷം? ഓ, ഞാൻ ശിവാനിയും ഒന്നിക്കാൻ പോകുന്നതിലുള്ള സന്തോഷത്തില് ഡ്രിങ്ക്സ് കഴിച്ചോണ്ടിരിക്കുകയാണോ? എന്നെക്കാൾ അധികം നിനക്കാണ് സന്തോഷം. താങ്ക്സ് ബ്രോ. ബ്രോ, നീ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും എനിക്ക് നേടാൻ പറ്റില്ലായിരുന്നു. നീ സത്യമാണ് ബ്രോ. നീ എന്നെ വാശി പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കില്ലേ? അതുകൊണ്ട് മാത്രമാ ഞാനാണ് നന്നായിക്കൊണ്ടിരിക്കുന്നത്. ബ്രോ, ജസ്റ്റ് ഒരു തവണ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ എന്നെ ചലഞ്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ശിവാനിയെ താലി കെട്ടുമായിരുന്നോ? ഇല്ല. അങ്ങനെ തന്നെ നീ ചലഞ്ച് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ശിവാനിയെ സമ്മതിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനും പോകുന്നില്ല. സോ എന്റെ സക്സസില് നിന്റെ പങ്ക് ഒത്തിരി ഉണ്ട് ബ്രോ. എന്നെ വെറുതെ ദേഷ്യം കയറ്റരുത്. ദേഷ്യം വന്നോ? ദേഷ്യം വന്നു കഴിഞ്ഞാ എന്ത് ചെയ്യുന്നേ? ഒന്നും ചെയ്യാൻ പോകുന്നില്ല.
ബ്രോ, ഇതുപോലുള്ള ഡയലോഗ് ഞാൻ സിനിമയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട് വേറെ എന്തെങ്കിലും പറയാൻ ശ്രമിക്കേ. എന്റെ ഗേൾ ഫ്രണ്ടിനെ തട്ടിയെടുത്തിട്ട് എന്റെ മുമ്പിൽ നിന്ന് ചിലക്കുന്നോ? ഓഹോ ബ്രോ, അവള് നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നുമല്ല, ഇപ്പൊ അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ അവളെ കല്യാണം കഴിച്ചു എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ തമ്മിലുള്ള ലവ് സ്ട്രോങ് ആയിരുന്നു. ഞങ്ങൾക്കിടയിലുള്ള ലവ് ആയിരുന്നു ഞങ്ങൾ ഒരുമിപ്പിച്ചത്. ഇങ്ങനെ സംസാരിച്ച് എന്നെ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. നീ കടന്ന് പൊക്കോ ഇവിടുന്ന്. അല്ല ബ്രോ, പോവാൻ പറഞ്ഞു കേട്ടില്ലേ? പോവാം. ഓക്കെ, ഞാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടോ? ഓക്കെ, താങ്കളുടെ വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടി ഇത് മുഴുവൻ കുടിച്ചു തീർക്ക്. ഞാൻ പോട്ടെ. മുത്തശ്ശി, ഇത് എവിടെയാ? കണ്ടില്ലേ എന്റെ അവസ്ഥ എന്തായെന്ന്? കണ്ടില്ലേ എന്താ പറഞ്ഞോണ്ടിരുന്നേ? എന്റെ കൊച്ചുമകനാണ് നീ. നീ മാത്രം തോക്കാൻ പാടില്ല, നീ ജയിക്കണം. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്തൊക്കെ ഡയലോഗ് അടിച്ചോണ്ടിരുന്നേ. എന്നിട്ടിപ്പൊ എന്തായി? ഒന്നും ആയില്ല. ഞാൻ അന്ന് എന്താ എന്നോട് പറഞ്ഞേ? നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ വേറെ രൂപത്തിൽ വരുമെന്ന്. എന്നിട്ട് എവിടെ വന്നത്? എന്നെ വിശ്വസിപ്പിക്കാൻ കള്ളം പറഞ്ഞാണല്ലേ? അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും, എന്തൊക്കെ കാര്യങ്ങളാന്ന് പറഞ്ഞോണ്ടിരുന്നേ. എന്നിട്ട് എന്തായി? ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങള്. ഇനി കുറച്ചു സമയത്തിനുള്ളിൽ അവർ ഒന്നായി തീരും. അതിനുശേഷം ശിവാനിയെ എനിക്ക് പിന്നെ കിട്ടില്ല. അവനെ കൊല്ലാമെന്ന് കരുതിയ എല്ലാം നഷ്ടപ്പെടുത്തി ജയിലിൽ പോകേണ്ടി വരില്ല ഞാൻ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വഴിയും മുന്നിൽ തെളിയുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ മുത്തശ്ശി? അല്ല, ശരിക്കും ശിവാനി ഈ ചടങ്ങിന് സമ്മതിച്ചോ? അവള് സമ്മതിച്ചു എന്ന് കേട്ടപ്പോ ഞാനൊന്ന് സന്തോഷിച്ചു. എന്നാൽ ശിവാനിക്കും ഇങ്ങനെ തന്നെ ഒരു ഫീലിംഗ് ആയിരിക്കും. ചിലപ്പോ ഉണ്ടായിരിക്കും. ശിവാനി എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കും. അതുകൊണ്ട് എന്നെ ഭർത്താവായി സ്വീകരിച്ചും കാണും. ഞാനെന്തിനാ വെറുതെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ശിവാനി ഏതെങ്കിലും ഒരു കാര്യത്തില് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 1000 തവണ ഇങ്ങനെ ചിന്തിക്കാറുള്ള ആളാ. അപ്പൊ പിന്നെ ഈ ഒരു കാര്യത്തില് ചിന്തിക്കാതിരിക്കില്ലല്ലോ. ശിവാനിക്ക് എന്നെ ഇഷ്ടമായി കാണും. അപ്പൊ പിന്നെ ഈ ചടങ്ങിന് ഒരു തടസ്സം ഉണ്ടാവില്ലല്ലോ. ആഗ്രഹിച്ചതുപോലെ തന്നെ ശിവാനിയെ ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പൊ വീട്ടുകാരെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ശിവാനിയുടെയും ദാമ്പത്യം തുടങ്ങാനുള്ള സമയവുമായി കഴിഞ്ഞു. കഥക് തുറന്നെടുക്ക, അകത്തേക്ക് വന്നോളൂ. ത്രിവിക്രം, എണീക്ക്. ത്രിവിക്രം, കണ്ണു തുറക്ക്. എന്തു പറ്റി? ത്രിവിക്രം, മായങ്ങനെ തൃശ്ശൂരിൽ ശിവാനി ഒന്നാവാണ്. ഞാൻ തോറ്റുപോയി. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല മായങ്ങനെ. ഞാനിനി എന്താ ചെയ്യണ്ടേ? ത്രിവിക്രം, ആദ്യം നീ ഇവിടെ നിന്ന് എണീക്ക്. മായങ്ങനെ, അവര് രണ്ടുപേരും ഒന്നാവരുത്. ഒരിക്കലും ആവരുത്. ദൂരേക്ക് അകറ്റണം.